ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം സ്റ്റഡി ഹിസ്റ്ററി വിത്ത് മീ. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രാവലേഴ്സിൻ്റെ ഒരു സീരീസാണ്. ഇന്ന് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് അൽബറൂനിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അൽബറൂനിയുടെ ജന്മദേശമാണ് ഖ്വാർസം. ഖ്വാർസം എന്ന് പറയുന്നത് പ്രസൻറ്റ് ഉസ്ബെക്കിസ്ഥാനിലുള്ളൊരു സ്ഥലമാണ്. ഇദ്ദേഹത്തിൻ്റെ ലൊക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം പലപ്പോഴും മാച്ച് ദി ഫോളോയിങ് ആയിട്ടും ഡയറക്റ്റൊക്കെ ആയിട്ടും പല എക്സാമിന് ചോദിക്കുന്നതാണ്. സോ യു ഹാവ് ടു റിമെമ്പർ അൽബറൂനി ഈസ് ഫ്രം ഉസ്ബെക്കിസ്ഥാൻ. ഇദ്ദേഹത്തിന് കുറേ ലാംഗ്വേജസ് അറിയായിരുന്നു. അതിൽ ചിലതാണ് സിറിയാക്ക്, അറബിക്, പേർഷ്യൻ, ഹീബ്രു ആൻഡ് സാൻസ്ക്രിത്. സുൽത്താൻ മഹ്മൂദ് ഗസ്നി ഖ്വാർസം, അതായത് ഉസ്ബെക്കിസ്ഥാനിലെ അൽബറൂനിൻ്റെ ഹോം ടൗൺ, അവിടെ റെയ്ഡ് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറേ സ്കോളേഴ്സിനെയും പോയറ്റ്സിനെയൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഗസ്നിയിലേക്ക് കൊണ്ടുപോയി. ആ കൂട്ടത്തിൽ അൽബറൂനിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് കിങ്ങിൻ്റെ സമയത്തായിരുന്നു, ഏത് കിങ് വഴിയാണ് വരുന്നത് എന്നൊക്കെ പലപ്പോഴും ചോദ്യം വരുന്നതാണ്. ഓർത്തിരിക്കണം, സുൽത്താൻ മഹ്മൂദ് ഗസ്നി. അങ്ങനെ ഗസ്നവിറ്റ്സിൻ്റെ കൂടെയാണ് അൽബറൂനി ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് 44 വയസ്സുണ്ടായിരുന്നു. ഇദ്ദേഹം പഞ്ചാബ്, നോർത്തേൺ പാർട്സ്, അങ്ങനെ ഇന്ത്യയുടെ കുറേ ഭാഗങ്ങൾ ചുറ്റിക്കറങ്ങിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള വർക്കാണ് കിതാബുൽ ഹിന്ദ്. അതായത് നമുക്ക് ലിറ്ററലി ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള ബുക്ക് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ലേറ്റർ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യമാണ്, സ്കോളേഴ്സ് ഇദ്ദേഹത്തിന് ഒരു പേര് വിളിക്കുന്നുണ്ട്. അതാണ് ഫസ്റ്റ് ആന്ത്രപ്പോളജിസ്റ്റ്. ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ ആന്ത്രപ്പോളജിക്കലായിട്ടുള്ള കുറേ ഒബ്സർവേഷൻസും ഡീറ്റെയിൽസും വരുന്നുണ്ട്. സോ അൽബറൂനിയെയാണ് നമ്മൾ ഫസ്റ്റ് ആന്ത്രപ്പോളജിസ്റ്റ് എന്നും മെൻഷൻ ചെയ്യുന്നത്. വേറെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്, ഒരു ഫീച്ചറായിട്ട് പറയുന്നത് ഫാദർ ഓഫ് കമ്പാരിറ്റീവ് റിലീജിയൻ. ഇദ്ദേഹം പല പല റിലീജിയൻസിനെ കമ്പയർ ചെയ്തുകൊണ്ട് എഴുതിയിട്ടുണ്ട്. മറ്റൊരു ടൈറ്റിൽ ഫൗണ്ടർ ഓഫ് ഇൻഡോളജി. ഇൻഡോളജി എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയെക്കുറിച്ചുള്ള പഠനമാണ്. സോ ഇന്ത്യനെക്കുറിച്ച് ഇദ്ദേഹം എഴുതിയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ വൈഡ് ഒബ്സർവേഷൻസ് ഒക്കെയാണ് ഈ ഒരു ടൈറ്റിൽ കിട്ടാൻ കാരണം. ടൈറ്റിൽ എന്താണ്? ഫൗണ്ടർ ഓഫ് ഇൻഡോളജി. നെക്സ്റ്റ് ഒരു ടൈറ്റിലാണ് ഫാദർ ഓഫ് മോഡേൺ ജിയോഡസി. ജിയോഡസി എന്ന് പറയുന്നത് ഈ ഒരു ഗ്ലോബിൻ്റെ ഷേപ്പും, ഒരു ഗ്ലോബ്, അതായത് ഏർത്തിൻ്റെ ഷേപ്പ് എന്താണ്, ഏർത്തിൻ്റെ അളവ്, അതായത് വോളിയം എങ്ങനെയാണ് മെഷർ ചെയ്യുക, അങ്ങനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു ബ്രാഞ്ചാണ്. സോ ഇദ്ദേഹത്തിന് കുറേ ആസ്ട്രോണമിക്കലായിട്ടുള്ളയും ഈ ജോഗ്രഫിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വർക്ക്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫാദർ ഓഫ് മോഡേൺ ജിയോഡസി. ഇതേ ഒരു വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സിനെ കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകങ്ങളെക്കുറിച്ചുള്ള സിമ്പിൾ ഡിസ്ക്രിപ്ഷനും ടൈറ്റിൽസും തന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര വൈഡായിട്ടുള്ള ടോപ്പിക്സാണ് ഇദ്ദേഹത്തിൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റിൽ വരുന്നത്. ഫസ്റ്റ് ബുക്കാണ് ബുക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ ദ എലമെൻറ്റ്സ് ഓഫ് ദ ആർട്ട് ഓഫ് ആസ്ട്രോളജി. ഇത് പേർഷ്യനിലാണ് എഴുതിയിട്ടുള്ളത്. ആസ് ദ ടൈറ്റിൽ സജസ്റ്റ്, ഇത് എന്തിനെക്കുറിച്ചുള്ള പുസ്തകമാണ്? ആസ്ട്രോളജിയെക്കുറിച്ചുള്ള പുസ്തകമാണ്, ജ്യോതിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകമാണ്. മറ്റൊരു കൃതിയാണ് ദ റിമൈനിങ് സയൻസ് ഓഫ് പാസ്റ്റ് സെഞ്ച്വറീസ്. ഇത് പല കൾച്ചേഴ്സിലും സിവിലൈസേഷൻസൊക്കെയുള്ള കലണ്ടേഴ്സും സിവിലൈസേഷൻസിനെയൊക്കെ കമ്പയർ ചെയ്തുകൊണ്ടുള്ളൊരു പഠനമാണ്. ഇതിൽ ക്രിസ്ത്യൻ കൾച്ചറിനെ കുറിച്ച് കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നു, ബട്ട് അറ്റ് ദ സെയിം ടൈം അദ്ദേഹം മറ്റ് കൾച്ചേഴ്സിനെ കുറിച്ചും റിലീജിയനെ കുറിച്ചുമൊക്കെ കമ്പാരിറ്റീവായിട്ട് എഴുതുന്നുണ്ട്. അതുപോലെ ഈ ഒരു വർക്കിൽ നമുക്ക് മാത്തമാറ്റിക്കൽ, ആസ്ട്രോണമിക്കൽ, ഹിസ്റ്റോറിക്കലായിട്ടൊക്കെയുള്ള ഇൻഫർമേഷൻസും കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനാണ് കലണ്ടറിൻ്റെ കൺവേർഷൻ. അതായത് ഹിന്ദു കലണ്ടറിൽ ഉണ്ടായിരുന്നത് മുസ്ലിം, പേർഷ്യൻ വേൾഡിൽ, ഗ്രീക്സിൻ്റെ ഇടയിലൊക്കെ ഉണ്ടായിരുന്ന കലണ്ടറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇദ്ദേഹം ഒരു മെത്തേഡ് തന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. മറ്റൊരു വർക്കാണ് മസ്ഊദി എന്ന് പറയുമ്പം മറ്റൊരു റൈറ്ററുണ്ട് മെഡിവൽ പീരീഡിൽ, മസൂദി എന്ന് പറയുന്ന വേണ്ടി കൺഫ്യൂസ്ഡ് ആയി പോകരുത്. മസൂദി എന്ന് പറയുന്നത് ഗസ്നവിദ് സുൽത്താൻ മഹ്മൂദ് ഗസ്നിയുടെ മകനാണ്. അദ്ദേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു കൃതിയാണ്. ഇതിൽ പ്രധാനമായിട്ടും ഒരു എൻസൈക്ലോപീഡിക് ആയിട്ടുള്ള അപ്രോച്ചാണ് ഇദ്ദേഹം എടുക്കുന്നത്, അബൌട്ട് ആസ്ട്രോണമി, ജോഗ്രഫി, എൻജിനീയറിംഗ് തുടങ്ങിയ കാര്യങ്ങളുമായിട്ട്.
ഇതിൽ ടോളമി ആ സമയത്തുണ്ടായിരുന്ന ഒരു ആസ്ട്രോണമിയായിട്ട് ബന്ധപ്പെട്ട പോപ്പുലറായിട്ടുള്ളൊരു ആളാണ്. ഇദ്ദേഹത്തിൻ്റെ ഒപ്പീനിയനെ എതിർത്തുകൊണ്ട് സണ്ണിൻ്റെ ഹയസ്റ്റ് പോയിൻ്റ് മൊബൈലാണ്, അതായത് ഫിക്സ്ഡ് അല്ല, അനങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്, മൂവ് ചെയ്യുന്നതാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. മറ്റൊരു കൃതിയാണ് അണ്ടർസ്റ്റാൻഡിങ് ആസ്ട്രോളജി. അണ്ടർസ്റ്റാൻഡിങ് ആസ്ട്രോളജിയിലൊരു ക്വസ്റ്റ്യൻ ആൻസർ സ്റ്റൈലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ചോദ്യം ഈ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കുന്നു, അതിന് ഉത്തരം തരുന്നു. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് മാത്സ്, ആസ്ട്രോണമി തുടങ്ങിയ ടോപ്പിക്സാണ്. ഇത് അറബിക്കിലും പേർഷ്യനിലും ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് വർക്കാണ് ഫാർമസി. ഫാർമസി എന്ന പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ ഇത് ഡ്രഗ്സ്, മെഡിസിൻസ് ഒക്കെ ആയിട്ട് ഡീൽ ചെയ്യുന്നു. നെക്സ്റ്റ് വർക്കാണ് ജെംസ്. ജെംസും ലിറ്ററൽ മീനിങ് തന്നെ നമുക്കെടുത്താൽ കണ്ടൻറ്റ് മനസ്സിലാവും. ജിയോളജി, അതുപോലെ മിനറൽസ്, ജെംസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കൃതിയാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മസൂദിൻ്റെ മകനായിട്ടുള്ള മൗദൂദിന് വേണ്ടിയിട്ടാണ് ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. മറ്റൊരു കൃതി എ ഹിസ്റ്ററി ഓഫ് മഹ്മൂദ് ഓഫ് ഗസ്നി ആൻഡ് ഹിസ് ഫാദർ. നമ്മൾ പറഞ്ഞു മഹ്മൂദ് ഓഫ് ഗസ്നിയുടെ കൂടെയാണ് ഇദ്ദേഹം വരുന്നത്. സോ മഹ്മൂദ് ഓഫ് ഗസ്നിയുടെ ഹിസ്റ്ററിയും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഹിസ്റ്ററിയും ഇദ്ദേഹം എഴുതുന്നുണ്ട്. 2 ഭാഷകളിലായിട്ട് ഇദ്ദേഹം എഴുതുന്ന കൃതിയാണ് കിതാബുൽ തഫ്ഹീം. ഇത് പേർഷ്യനിലും എഴുതുന്നുണ്ട്, അറബിക്കിലും എഴുതുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കീ പോയിൻ്റാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു കൃതിയിൽ ഇദ്ദേഹം ക്ലെയിം ചെയ്യുന്നുണ്ട്, അതായത് എർത്തിൻ്റെ റൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ഇദ്ദേഹം സോൾവ് ചെയ്തിട്ടുണ്ടെന്ന് ക്ലെയിം ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു കൃതി നമുക്ക് അവൈലബിൾ അല്ല. ആ ഒരു കൃതിയുടെ പേരാണ് കീ ടു ആസ്ട്രോണമി, മഫ്താഹ് ഇൽ അൽഹിയ. അൽബറൂനി ഇന്ത്യയെക്കുറിച്ച് എഴുതിയിട്ടുള്ള കൃതിയാണ് കിതാബുൽ ഹിന്ദ്. ഇതിൽ 80 ചാപ്റ്റേഴ്സ്, അതായത് 80 ചാപ്റ്റേഴ്സ് ഉണ്ട്. വൈഡ് റേഞ്ച് ഓഫ് സബ്ജക്ട്സിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന ഈ ഒരു കൃതി ഇന്ത്യയുടെ ഹിസ്റ്ററി മനസ്സിലാക്കുന്നതിൽ, ആ ഒരു പീരീഡിലുള്ള ഹിസ്റ്ററി മനസ്സിലാക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ റിലീജിയൻ, ഫിലോസഫി, ഫെസ്റ്റിവൽസ്, ആസ്ട്രോണമി, ആൽക്കമി, മാനേഴ്സ് ആൻഡ് കസ്റ്റംസ്, സോഷ്യൽ ലൈഫ്, വെയ്റ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, ഐക്കണോഗ്രാഫി, ലോസ്, മെട്രോളജി തുടങ്ങി വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് കവർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ഒരു ബുക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ട്രക്ചറാണ്. ഓരോ ചാപ്റ്ററിനും ഓരോ സ്ട്രക്ചർ ഉണ്ടായിരുന്നു. ഈ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റിൽ തുടങ്ങുന്നത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് തുടങ്ങുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അൽബറൂനി റിലീജിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ഇതിനെ സംബന്ധിച്ചൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു ഭാഗം, ആ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അതിനനുസരിച്ച് ഇവിടെ ഉണ്ടായിരുന്ന ഹിന്ദു ട്രഡീഷൻ, സാൻസ്ക്രിറ്റിക് ട്രഡീഷനൊക്കെ അനുസരിച്ച് എന്താണ് എന്നുള്ളത് ഉത്തരം പോലെ, ഡിസ്ക്രിപ്ഷൻ പോലെ എഴുതും. പിന്നെ അറ്റ് ദ എൻഡ്, ആ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റിലായിട്ട് അദ്ദേഹത്തിൻ്റെ ഐഡിയാസും പിന്നെ അതുപോലെ അദ്ദേഹത്തിന് ഫെമിലിയർ ആയിട്ടുള്ള ഇസ്ലാമിക് വേൾഡിലായാലും പുറത്തൊക്കെയുള്ള കൾച്ചേഴ്സൊക്കെ ആയിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അത് കൺക്ലൂഡ് ചെയ്യുന്നത്. അൽബറൂനിയുടെ കോൺട്രിബ്യൂഷനിൽ കുറേ ട്രാൻസ്ലേഷൻസും വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഗസ്നവിദ് എംപയറിൻ്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം ഇവിടെ എത്തുന്നത്. സോ ആ ഒരു സമയത്ത് പഞ്ചാബ് ആ ഒരു ഗസ്നവിദ് എംപയറിൻ്റെ പാർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണ പ്രീസ്റ്റൊക്കെ ആയിട്ട് ഇദ്ദേഹത്തിന് ആക്സസ് ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിന് ബ്രാഹ്മണാസുമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് ഇദ്ദേഹം സംസ്കൃതം പഠിച്ചു. അതിൻ്റെ കൂടെ ഇദ്ദേഹം പുരാണാസിനെയും ഭഗവത്ഗീതയൊക്കെ പേർഷ്യൻ ലാംഗ്വേജിലേക്ക് റെൻഡർ ചെയ്യുന്നുണ്ട്. പതഞ്ജലിയുടെ ഗ്രാമറിൻ്റെ വർക്ക്, അങ്ങനെ കുറേ സാൻസ്ക്രിറ്റ് വർക്ക്സ് ഇദ്ദേഹം പേർഷ്യനിലേക്കും അദ്ദേഹത്തിന് ഫെമിലിയർ ആയിട്ടുള്ള ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട കൃതി എന്ന് പറയുന്നത് യൂക്ലിഡ്, അതായത് ഗ്രീക്ക് മാത്തമെറ്റീഷ്യൻ്റെ വർക്കിനെ സംസ്കൃതത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ്. സോ ഇദ്ദേഹത്തിന് അത്രയും വൈഡ് റേഞ്ച് ഓഫ് ലാംഗ്വേജസ് ഫെമിലിയർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും മദർ ടങ്ങിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് കപിലയുടെ സംഖ്യ, അതായത് ഫിലോസഫിയായിട്ട് ബന്ധപ്പെട്ട കൃതി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ്. ഇന്ത്യൻ ഫിലോസഫിയെ വളരെയധികം പ്രൈസ് ചെയ്തിരുന്ന ഒരാളായിരുന്നു അൽബറൂനി. ഇദ്ദേഹത്തിന് ഉപനിഷത്സും ഭഗവത്ഗീതയൊക്കെ വളരെ താല്പര്യമുള്ള സബ്ജക്ട്സ് ആയിരുന്നു. അതിനെ വളരെ പ്രൈസ് ചെയ്യുകയും വളരെ ഇംപ്രസ്ഡ് ആവുകയും ചെയ്തിരുന്നു. ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഫെമിലിയർ ആയിട്ടിരുന്ന ഗ്രീക്ക് തോട്ട്സ്, സൂഫി തോട്ട്സൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഇന്ത്യൻ റിലീജിയനെയും ഫിലോസഫിയെയും അദ്ദേഹം കമ്പയർ ചെയ്തു. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലുള്ള ആളുകൾ നല്ല എക്സലൻറ്റ് ഫിലോസഫേഴ്സും ഗുഡ് മാത്തമെറ്റീഷ്യൻസും ആസ്ട്രോണമേഴ്സൊക്കെ ആയിരുന്നു എന്നാണ്.
അറ്റ് ദ സെയിം ടൈം ഇദ്ദേഹം ബ്രാഹ്മൺസിൻ്റെ ഹിപ്പോക്രസീനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ മാസസിൻ്റെ അടുത്ത് നിന്ന് ഈ ഒരു ടെക്സ്റ്റസ് മിസ്ലീഡ് ചെയ്യുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യും, അവർക്ക് ആക്സസ് ഇല്ലാതെ വെക്കുന്നതിനെയൊക്കെ, ഇഗ്നോറൻസിനെ, സൂപ്പർസ്റ്റിഷൻസിനെയൊക്കെ ഇദ്ദേഹം അറ്റ് ദ സെയിം ടൈം ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ഫിലോസഫിയെ വളരെയധികം പ്രൈസ് ചെയ്യുകയും റെസ്പെക്റ്റ് ചെയ്യുകയും താല്പര്യമുള്ള ആളായിരുന്നു. ബട്ട് ബ്രാഹ്മൺസിൻ്റെ ഈ ഒരു അപ്രോച്ചിനെയും ഈ ഒരു നോളജിനെ കയ്യിൽ പിടിച്ചു വെക്കുന്ന ആ ഒരു മെത്തേഡിനെയൊക്കെ ഇദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, സൊസൈറ്റി, കൾച്ചർ ആൻഡ് റിലീജിയൻ. ഇന്ത്യ പോലെയുള്ള അത്രയും അദ്ദേഹത്തിന് അൺഫെമിലിയർ ആയിരുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ 3 പ്രധാനപ്പെട്ട ബാരിയേഴ്സായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ഭാഷ, മറ്റൊന്ന് മതം, മറ്റൊന്ന് അവിടെ ഉണ്ടായിരുന്ന പ്രാക്ടീസസ്, ലാംഗ്വേജ്, റിലീജിയസ് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ്. നമ്മൾ മുന്നേ പറഞ്ഞൊരു കാര്യമായിരുന്നു, ബ്രാഹ്മണാസുമായിട്ട് ഇദ്ദേഹത്തിന് ക്ലോസ്ലി ഇൻറ്ററാക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണാസാണ് ഇദ്ദേഹത്തിന് സാൻസ്ക്രിറ്റ് ടെക്സ്റ്റുകളൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊടുക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നതൊക്കെ. അതുകൊണ്ട് ബ്രാഹ്മണാസിൻ്റെ ഒരു അപ്രോച്ചായിരുന്നു ഇദ്ദേഹത്തിന് കാസ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ച് ഉണ്ടായിരുന്നത്. അവരുടെ ഐഡിയോളജിയായിട്ട് ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു. ഇദ്ദേഹം കാസ്റ്റ് സിസ്റ്റത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അദ്ദേഹത്തിന് മറ്റ് സൊസൈറ്റീസിൽ ഫെമിലിയർ ആയിരുന്ന കാസ്റ്റ് സിസ്റ്റം, അതുപോലെ ഹൈറാർക്കിനെയൊക്കെ കമ്പയർ ചെയ്തുകൊണ്ടാണ്. ഹിന്ദു സൊസൈറ്റിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന ചൈൽഡ് മാരേജ്, പ്രോഹിബിഷൻ ഓഫ് വിഡോ റീമാരേജ്, സതി, ജൗഹർ തുടങ്ങിയ പ്രാക്ടീസസിനെ കുറിച്ചും ഇദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഡൗറിയെക്കുറിച്ച് പറയുന്നില്ലെങ്കിലും സ്ത്രീധൻ എന്ന് ഇദ്ദേഹം എഴുതുന്നുണ്ട്, സ്ത്രീധനെ കുറിച്ച് എഴുതുന്നുണ്ട്. അതായത് ബ്രൈഡിൻ്റെ റിലേറ്റീവ്സ് ഇൻലോസിന് വേണ്ടി കൊടുക്കുന്നതിനെയാണ് ഇദ്ദേഹം സ്ത്രീധൻ എന്ന് വിളിക്കുന്നത്. അൽബറൂനി വളരെ വണ്ടറോട് കൂടി ഒബ്സർവ് ചെയ്ത വേറൊരു കാര്യമാണ് ഇന്ത്യൻസിൻ്റെ ഇടയിൽ നാഷണലിസം എന്നൊരു സെൻസ് ഇല്ല എന്നുള്ള കാര്യം. സെൻസ് ഓഫ് നാഷണലിസം വാസ് ഓൾമോസ്റ്റ് നോൺ എക്സിസ്റ്റൻ്റ് എമംഗ് ദ ഇന്ത്യൻസ്. ഇദ്ദേഹത്തിന് ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള ഗ്രീക്ക് സിസ്റ്റംസ് ആയാലും ഇസ്ലാമിക് സിസ്റ്റംസ് ആയാലും ഇതൊക്കെ മോണോതെയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോഡ് മാത്രമുള്ള സിസ്റ്റംസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ ഗോഡ്സും ഗോഡസസും ഉണ്ട് എന്നുള്ളതും ഇദ്ദേഹത്തെ വണ്ടർ ചെയ്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഇദ്ദേഹം പ്രത്യേകമായിട്ട് എഴുതുന്നുണ്ട്. ഇവിടെയുള്ള ടാക്സേഷനെ കുറിച്ചും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇദ്ദേഹം തരുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒപ്പീനിയനിൽ കിങ് വാസ് നോട്ട് ദ ഓണർ ഓഫ് ദ ലാൻഡിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് രാജാവല്ലായിരുന്നു. പെസൻസിൻ്റെ അടുത്തുനിന്ന് ടാക്സ് കളക്ട് ചെയ്തിരുന്നുവെന്നും 1/6 ആയിരുന്നു ടാക്സിൻ്റെ റേറ്റ് എന്നും പറയുന്നു. അതുപോലെ തന്നെ ബ്രാഹ്മൺസ് ഇവിടെ ടാക്സ് പേ ചെയ്തിരുന്നില്ല, അവരെ എക്സംപ്റ്റഡ് ആയിരുന്നു എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് അൽബറൂനി, എ ട്രാവലർ ഹു വിസിറ്റഡ് അവർ കൺട്രി. കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് അൽബറൂനിനെ കുറിച്ച്. അതിൽ നിന്ന് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോമ്പിനേഷൻ ഏതാണെന്ന് ചൂസ് ചെയ്യാനാണ്. ഓപ്ഷൻ എ, അൽബറൂനി വിസിറ്റഡ് ഇന്ത്യ more than 1,000 years ago. Second, he wrote about those things in our country that he found very different from the things in his own country, especially the ponds for storing water. C, we can learn a lot about our history from his writings. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സിൽ കറക്റ്റായതാണ് ചൂസ് ചെയ്യേണ്ടത്. ഇതിൽ സി എന്ന് പറയുന്നത് വി ക്യാൻ ലേൺ എ ലോട്ട് അബൌട്ട് അവർ ഹിസ്റ്ററി ഫ്രം ഹിസ് റൈറ്റിങ്സ്. ഇത് ഒബ്വിയസ് ആണ്, ഇത് നമുക്ക് ക്ലിയർ ആണ്. സോ സി ഈസ് ട്രൂ. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ, തേർഡ് ഓപ്ഷൻ ഇത് 3 എന്തായിരിക്കും? പോസിബിളായിരിക്കും. ഫോർത്ത് ഓപ്ഷൻ ഓൺലി ബി എന്നത് നമുക്ക് റിജക്റ്റ് ചെയ്യാം. നെക്സ്റ്റ്, അൽബറൂനി വിസിറ്റഡ് ഇന്ത്യ more than 1,000 years ago. അൽബറൂനി വിസിറ്റ് ചെയ്തത് എപ്പോഴാണ്? 1017 AD ഒക്കെ സമയത്താണ്. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് അല്ല, more than 1,000 years. സോ എയും സിയും ഇത് രണ്ടും ട്രൂ ആണ്. നെക്സ്റ്റ് ബി ആണ്, ഹി റോട്ട് അബൌട്ട് ദിസ് തിങ്സ് അവർ കൺട്രി ദാറ്റ് ഹി ഫൗണ്ട് വെരി ഡിഫറെൻറ്റ് ഫ്രം ദ തിങ്സ് ഇൻ ഹിസ് ഓൺ കൺട്രി, എസ്പെഷ്യലി ദ പോൺസ് ഫോർ സ്റ്റോറിങ് വാട്ടർ. ഇത് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, കാരണം ഫസ്റ്റ് പറഞ്ഞ ഭാഗം കറക്റ്റാണ്, സെക്കൻഡ് നമുക്ക് ഉറപ്പില്ല. ബട്ട് ഇതും ട്രൂ ആണ്, പക്ഷേ ബി നമുക്ക് അത്ര ഉറപ്പില്ലെങ്കിലും എയും സിയും ശരിയാണ് എന്നുള്ളത് നമുക്കറിയാം. സോ എയും സിയും വരുന്നത് ഏതാണ്? തേർഡ് ഓപ്ഷൻ. സോ എയും ബിയും സിയും ശരിയാണ്, തേർഡ് ഓപ്ഷനാണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
താഴെ കൊടുത്തിരിക്കുന്ന ട്രാവലേഴ്സിൽ നിന്ന് 11th സെഞ്ച്വറിയിൽ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വന്ന ട്രാവലർ ആരാണ്? ഓപ്ഷൻസ്: അബ്ദുൾ റസാഖ് സമർഖന്തി, ഇബിൻ ബത്തൂത്ത, അൽ-ബറൂനി, ഫ്രാങ്കോയിസ് ബേർണിയർ എന്നാണ്. നമുക്കറിയാം അൽ-ബറൂനിയാണ് ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ളത്. ഖ്വാർസം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഹോം ടൗണിൻ്റെ പേര്. അപ്പോൾ അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ബാക്കിയുള്ള ട്രാവലേഴ്സും അവരുടെ നാറ്റീവ് പ്ലേസും ഒന്ന് നോക്കാം. അബ്ദുൾ റസാഖ് വരുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ്. ഇബ്ന് ബത്തൂത്ത വരുന്നത് മൊറോക്കോയിൽ നിന്നാണ്. അൽ-ബറൂനി നമുക്കറിയാം എവിടെ നിന്നാണ് ഉസ്ബെക്കിസ്ഥാനിൽ നിന്നാണ്. ഫ്രാങ്കോയിസ് ബേർണിയർ ഫ്രാൻസിൽ നിന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുള്ള പേര് നോക്കിയിട്ട് ഏതാണ് ശരിയെന്ന് കണ്ടുപിടിക്കാനാണ്. ഇതിൽ പേര് ചിലത് തെറ്റും ചിലത് ശരിയുമാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് കണ്ടെത്തണം. അൽ-ബറൂനി കിതാബുൽ ഹിന്ദ്, ഇത് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. സോ അൽ-ബറൂനി ആൻഡ് കിതാബുൽ ഹിന്ദ് എന്ന കോമ്പിനേഷൻ എന്താണ്? കറക്റ്റാണ്. അൽ-ബറൂനി കിതാബുൽ ഹിന്ദ് ഫസ്റ്റ് ഓപ്ഷൻ 1 എന്നുള്ളത് 4 ചോയ്സിലും വരുന്നുണ്ട്. സോ ഫസ്റ്റ് കറക്റ്റാണ്. നെക്സ്റ്റ് വരുന്നത് ഫിർദൗസി കിതാബുൽ യാമിനി എന്നതാണ്. കിതാബുൽ യാമിനിയുടെ ഓഥർ അല്ല ഫിർദൗസി. കിതാബുൽ യാമിനി ആരാണ് എഴുതിയിട്ടുള്ളത്? അബൂ നാസറാണ്. നെക്സ്റ്റ് ലാസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇബ്ൻ ബത്തൂത്ത റിഹ്ല, ഇത് കറക്റ്റായിട്ടുള്ള കോമ്പിനേഷനാണ്. സോ ഫസ്റ്റ് കോമ്പിനേഷനും തേർഡ് കോമ്പിനേഷനുമാണ് ശരിയായിട്ടുള്ളത്. സോ ഓപ്ഷൻ 3 1 and 3 ഓൺലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ വാസ് അൽ-ബറൂനി? ആരായിരുന്നു അൽ-ബറൂനി? ഇവിടെ 4 ചോയ്സസ് കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു ഓപ്ഷനായിരിക്കും കറക്റ്റായിട്ടുള്ളത്. ഒന്നാമത്തത്, എ കുത്തബ് ഷാഹി സുൽത്താൻ റൂൾഡ് അവർ കൺട്രി ഫോർ ഓൾമോസ്റ്റ് 40 years. നമുക്കറിയാം അൽ-ബറൂനി ഒരു സുൽത്താൻ അല്ലായിരുന്നു, ഒരു ട്രാവലറായിരുന്നു. സോ ഫസ്റ്റ് ഓപ്ഷന് തെറ്റാണ്. സെക്കൻഡ്, എ ട്രേഡർ ഫ്രം അഫ്ഗാനിസ്ഥാൻ ഹു കെയിം ടു സ്റ്റഡി ദ ഡ്രൈ ഫ്രൂട്ട് മാർക്കറ്റ്സ് ഓഫ് അവർ കൺട്രി. നമുക്കറിയാം അൽ-ബറൂനി അഫ്ഗാനിസ്ഥാനിൽ നിന്നല്ല വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്ഥലം എവിടെയാണ്? ഉസ്ബെക്കിസ്ഥാനാണ്. സോ സെക്കൻഡ് ചോയ്സും തെറ്റാണ്. നെക്സ്റ്റ്, എ ട്രാവലർ ഫ്രം ഉസ്ബെക്കിസ്ഥാൻ ഹു റോട്ട് എ ബുക്ക് വിച്ച് ഈസ് ഹെൽപ്ഫുൾ ടു നോ ദ പാസ്റ്റ് ഓഫ് അവർ കൺട്രി. ദിസ് ഈസ് കറക്റ്റ്. തേർഡ് ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ളത്. ഫോർത്ത് ഓപ്ഷൻ തെറ്റാണ്. സ്റ്റിൽ നമുക്ക് വായിക്കാം, എ ട്രാവലർ ഹു ട്രാവൽ ഫ്രം കാശ്മീർ ടു കന്യാകുമാരി ടു സ്റ്റഡി ദ കൾച്ചർ ഓഫ് ഇന്ത്യൻ പീപ്പിൾ. നമുക്കറിയാം അൽ-ബറൂനി ഹോൾ ഇന്ത്യ ട്രാവൽ ചെയ്തിട്ടില്ല. സോ ഓപ്ഷൻ 3 ഈസ് ദ ആൻസർ. എ ട്രാവലർ ഫ്രം ഉസ്ബെക്കിസ്ഥാൻ ഹു റോട്ട് എ ബുക്ക് വിച്ച് ഈസ് ഹെൽപ്ഫുൾ ടു നോ ദ പാസ്റ്റ് ഓഫ് അവർ കൺട്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫേമസ് ബുക്ക് റിട്ടൺ ബൈ ദ സ്കോളർ അൽ-ബറൂനി ഈസ്. വെരി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ എന്താണ്? കിതാബുൽ ഹിന്ദ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫേമസ് അറബിക് സ്കോളർ അൽ-ബറൂനി കെയിം ടു കോണ്ടാക്ട് വിത്ത് ഇന്ത്യ ത്രൂ ഡാഷ് ഇൻ ദ 11th century AD. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു രാജാവ്, അതായത് ഒരു ഇൻവേഡറുടെ കൂടെയാണ് ഇദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ സെക്കൻഡ് ഓപ്ഷനാണ്, മഹ്മൂദ് ഗസ്നവി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അൽ-ബറൂനി കെയിം ഫ്രം വിച്ച് കൺട്രി? ഏത് രാജ്യത്ത് നിന്നായിരുന്നു അൽ-ബറൂനി വന്നത്? ഉസ്ബെക്കിസ്ഥാനാണ് കറക്റ്റ് ആൻസർ. തേർഡ് ഓപ്ഷൻ ഉസ്ബെക്കിസ്ഥാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് അൽ-ബറൂനി ആൻഡ് ഹിസ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ആർ കറക്റ്റ്? താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് ചൂസ് ചെയ്യാനാണ്. എ, ഹി വാസ് എക്സൈൽഡ് ഇൻ ഓർഡർ ടു സ്പെൻഡ് 10 years in India. B, according to him, people of untouchable castes could live only outside the villages and towns of the four castes. C, he supported the views of Brahmagupta about the true nature of eclipses. D, according to him, the Hindus think that there is no country like theirs and no religion like theirs. ഇത് കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഹി വാസ് എക്സൈൽഡ് ഇൻ ഓർഡർ ടു സ്പെൻഡ് 10 years in ഇന്ത്യ എന്ന് പറയുന്നത് കറക്റ്റാണ്. കാരണം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഹോം ടൗൺ റെയ്ഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം ഗസ്നവിറ്റ്സിൻ്റെ കൂടെ ആവുന്നതും അവരുടെ കൂടെ ഇന്ത്യയിലേക്ക് വരുന്നതും. സോ സ്റ്റേറ്റ്മെൻറ്റ് എ എന്ന് പറയുന്നത് ശരിയാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. കാരണം ഈ എ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 മാത്രമാണ് ഉള്ളത്. അപ്പം നമ്മളുടെ വേറെ 2 ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഒബ്വിയസ് ബിയും ഡിയും ആണ്. ബിയും ഡിയും ഏതൊക്കെയാണ്? അക്കോർഡിംഗ് ടു ഹിം, പീപ്പിൾ ഓഫ് അൺടച്ചബിൾ കാസ്റ്റസ് കുഡ് ലിവ് ഓൺലി ഔട്ട്സൈഡ് ദ വില്ലേജസ് ആൻഡ് ടൗൺസ് ഓഫ് ദ 4 castes.
പിന്നെ ഡി എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ഹിം ദ ഹിന്ദുസ് തിങ്ക് ദാറ്റ് ദർ ഈസ് നോ കൺട്രി ലൈക്ക് തേഴ്സ് ആൻഡ് നോ റിലീജൻ ലൈക്ക് തേഴ്സ്. സോ എ, ബി ആൻഡ് ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇതിൽ റോങ് ആയിട്ടുള്ളത് ഏതാണ്? സി ആണ്. ഹി സപ്പോർട്ടഡ് ദ വ്യൂസ് ഓഫ് ബ്രഹ്മഗുപ്ത എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്.